ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി ബീഫ് ലിവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടോ. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല സ്പൈസി ആയിട്ട് നമുക്കൊരു ലിവർ റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിനകത്തോട്ട് നമ്മുടെ ലിവർ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 വിസിലാണ് അടിക്കുന്ന. 3 വിസിലാകുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പാകത്തിന് ലിവറൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കൊരു കടായി അടുപ്പത്തിച്ചെടുക്കാം. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക്, അതുപോലെ തന്നെ പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരിക. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും ചെറിയുള്ളി ചേർക്കുന്നത് കൊണ്ട് ഈ ഒരു റോസ്റ്റിന്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടിത് മൊരിയിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ നല്ല റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണം എല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മൾ ഓൾറെഡി ലിവറിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മസാലയ്ക്ക് കുറച്ച് ഉപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ കുക്കായ ലിവറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാം. ഇത് പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വരട്ടിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വരട്ടിയെടുത്താൽ മതി. ഈ മസാലയൊക്കെ ആ ലിവറിനകത്ത് ഇങ്ങനെ പെരണ്ട് വരുന്നൊരു പരുവം. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. ഫൈനലി ഞാൻ കുറച്ച് പെരിഞ്ജീരക പൊടിയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടോ, അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.